അങ്ങനെ ഇന്നു മുതൽ 5ാം സെമസ്റ്റർ പരീക്ഷകളുടെ വാല്യുവേഷൻ തുടങ്ങി. നമ്മൾ പലപ്പോഴും വിദ്യാർത്ഥികളോട് പറയാറുള്ള കാര്യങ്ങളാണ് എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരങ്ങൾ എഴുതണം, എഴുതിയ ഉത്തരങ്ങൾ ഒരു ആവർത്തി വായിക്കണം, നല്ല പോയിൻറ്റ്സൊക്കെ ആണെങ്കിൽ അണ്ടർലൈൻ ചെയ്യണം, ക്വസ്റ്റ്യൻ നമ്പർ കറക്റ്റായിട്ടാണോ എഴുതിയിരിക്കുന്നത് എന്ന കാര്യം 2 വട്ടം ചെക്ക് ചെയ്യണം, മാർക്കിനനുസരിച്ച് മാത്രം എഴുതണം. 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യന് മാക്സിമം 4 പോയിൻറ്റ്, ദെൻ 5 മാർക്കിൻ്റെ അതിൻ്റെ രീതിയിൽ മാർക്കിനനുസരിച്ച് മാത്രം എഴുതണം. ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നമ്മൾ പല ആവർത്തി പല വീഡിയോസിലും പറയാറുണ്ട്. എന്നാൽ ഇപ്പോഴും കുറച്ച് പേര് മാത്രമാണ് ഇതൊക്കെ ഫോളോ ചെയ്യുന്നുള്ളൂ. ബാക്കിയുള്ളവർ അവർക്കിഷ്ടമുള്ള രീതിയിലാണ് എഴുതുന്നത്. മേ ബി വരുന്നതൊക്കെ ലേറ്റായിട്ടാണ് തോന്നുന്നു. ആ ഒരു ഹറിബറി നിങ്ങളുടെ ആൻസർ ഷീറ്റിൽ നോക്കുമ്പോഴും അത് മനസ്സിലാവുന്നുണ്ട്. ചെറിയ മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസിന് കൂടുതൽ എഴുതുകയും എന്നാൽ വലിയ മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസിന് കുറച്ച് എഴുതുകയും പല ക്വസ്റ്റ്യൻസിൻ്റെയും ബാലൻസ് ഓഫ് എന്ന് പറഞ്ഞ് വേറെ പല പേപ്പറിലും എഴുതി കാണുന്നുണ്ട്. ഇക്കാര്യങ്ങൾ മാറ്റിയാൽ തന്നെയാണ് നിങ്ങൾക്ക് നല്ല രീതിയിൽ മാർക്കോടുകൂടി ജയിക്കാൻ സാധിക്കുകയുള്ളൂ. വീണ്ടും ആവർത്തിക്കുന്നു, എക്സാം ഈസ് ആൻ ആർട്ട്, യു ആർ ദ ആർട്ടിസ്റ്റ്. പരീക്ഷയെ ഒരു കലയായി കണക്കാക്കാനും അതിലെ കലാകാരന്മാരും കലാകാരികളുമാണ് പരീക്ഷ എഴുതുന്നവർ. അത്രത്തോളം നല്ല രീതിയിൽ പെർഫോമൻസ് കാഴ്ചവെക്കേണ്ട ഒരു കലാരൂപമായിട്ട് പരീക്ഷ എടുത്തു കഴിഞ്ഞാൽ, നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചും കൂടി മാർക്കുകൾ സ്കോർ ചെയ്യാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ഇത് കേൾക്കുന്ന വിദ്യാർത്ഥികൾ ഇനി വരുന്ന സെമസ്റ്റർ പരീക്ഷകളിൽ കുറച്ചും കൂടി നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്ത് നിങ്ങളുടെ മാർക്കുകൾ കൂട്ടാൻ ശ്രമിക്കണം. പരീക്ഷ വാല്യുവേഷൻ ജസ്റ്റ് സ്റ്റാർട്ടഡ് ആണ്. ഇതിൻ്റെ കൂടുതൽ അപ്ഡേറ്റ്സുകൾ വരും ദിവസങ്ങളിൽ നിങ്ങളോട് ഷെയർ ചെയ്യുന്നതാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.